നമസ്കാരം. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയ്ക്ക് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി അനുമതി നൽകിയിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉയർന്ന നിലവിളികളും നടുക്കവും വിട്ടുമാറും മുൻപാണ് അപകട സാധ്യതാ മേഖലകളിലൂടെ തുരങ്കപാത നിർമ്മാണത്തിന് സർക്കാർ ഒരുങ്ങുന്നത്. 25 ഇന കർശന വ്യവസ്ഥകളോടെയാണ് പദ്ധതിക്കായുള്ള അനുമതി എങ്കിലും കൺമുന്നിൽ വേർപെട്ടു പോയവരുടെ വേദനയിൽ നീറുന്ന ദുരന്തബാധിതർക്ക് ഇത് മറ്റൊരു ദുസ്വപ്നമായേക്കും. വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാകട്ടെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി തുരങ്കപാതയെ ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് പാവങ്ങളെ കുരുതി കൊടുത്തുകൊണ്ടുള്ള വികസനമല്ല എന്ന സ്വന്തം മുന്നണിയിൽ നിന്ന് ബിനോയ് വിശ്വത്തിന്റെ മറുവാക്കുമുണ്ട്. കേന്ദ്രത്തിന്റെ കടൽ മണൽ ഖനന പദ്ധതിക്കെതിരെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ കൊടി പിടിക്കുമ്പോൾ തുരങ്കപാതയ്ക്ക് പച്ചക്കൊടി വീശുന്നത് എങ്ങനെ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIഎമ്മിൽ നിന്ന് ശ്രീ SK സജീഷ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ നമ്മളോടൊപ്പമുണ്ട്. പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ ബാദുഷ വയനാട് നമ്മളോടൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. ഒപ്പം തന്നെ ദുരന്ത നിവാരണ വിദഗ്ധ ഡോക്ടർ KG താരയും നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീ SK സജീഷ്, ഒന്ന് രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന അനുബന്ധ സംവിധാനങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട്ടിലെ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് ഈ മലയോര മേഖലകളിലെ വികസനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകണമെന്നതാണ്. നമുക്കറിയാം, ഈ സർക്കാർ തന്നെ കൊണ്ടുവന്ന റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പോലെയുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ ഈ വയനാട്ടിലെ തുരങ്കപാത സംബന്ധിച്ച് ധാരാളം ആശങ്കകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആശങ്കയാണ് ഈ പരിസ്ഥിതി ലോല മേഖലകൾ, അതിൽ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ. ഇതിലൂടെ കടന്നു പോകുന്ന പാറ തുരന്നുണ്ടാക്കുന്ന ഒരു പാത അത് എത്രത്തോളം പരിസ്ഥിതിക്ക് ചേർന്ന് നിൽക്കും എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ വയനാട്ടിലെ ജനങ്ങൾ, ഇപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുള്ളവർ, അവരെ പുനരധിവസിപ്പിക്കാത്തതിലുള്ള പ്രശ്നങ്ങൾ വേറെ നിൽക്കുകയാണ്. ഇവിടെ കൊല്ലത്ത് കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇത് പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രശ്നം എന്ന നിലയിലാണ്. എന്തുകൊണ്ടാണ് തുരങ്കപാതയ്ക്ക് അനുമതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ കൺമുന്നിൽ തന്നെ ഇത്ര വലിയൊരു ദുരന്തം നടന്നതിൻ്റെ നടുക്കം വിട്ടുമാറാതെ നിൽക്കുന്ന ഈ സമയത്ത് പാഠം പഠിക്കുന്നില്ല ഈ അനുഭവങ്ങൾ കൊണ്ടൊന്നും എന്ന വിമർശനം സർക്കാർ നേരിടുകയാണ്. താങ്കൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നിനെ മറ്റൊന്നിനോട് ചേർത്ത് വയ്ക്കുകയും അങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയെ തടയാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിനോട് ചേർത്ത് വെക്കുന്ന രീതിയിലാണോ ഇവിടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതെന്ന് എനിക്കറിയില്ല. ഒന്ന്, കേരളത്തിൽ 2020 ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് നമുക്കറിയാം, കേരളത്തിൽ ഇതിൻ്റെ എല്ലാ കൃത്യമായ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായ ഫണ്ട് വിഹിതം ഉൾപ്പെടെ നീക്കിവെച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച, രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസി ആയിട്ടുള്ള, തുരങ്കപാത നിർമ്മിക്കുന്നതിലുള്ള വൈദഗ്ധ്യമുള്ള ഏജൻസി ആയിട്ടുള്ള കൊങ്കൺ റെയിൽവേ ഇത് ഏൽപ്പിച്ചു. വെസ്റ്റേൺ ഗട്ട്സിൽ തന്നെ 72 കിലോമീറ്റർ തുരങ്കപാത നിർമ്മിച്ചുള്ള പരിചയം അവർക്കുണ്ട്. ഇപ്പോൾ ജമ്മുവിൽ ഏറ്റവും ഒടുവിൽ USBR ഉൾപ്പെടെയുള്ള 48 കിലോമീറ്റർ തുരങ്കം ഉൾപ്പെടെയുള്ള തുരങ്കങ്ങൾ ഇവരാണ് നിർമ്മിച്ചത്. ഇപ്പോൾ പൊതുവേ തുരങ്കം എന്ന് പറയുന്നത് തന്നെ പുതിയ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ പുതിയ ഒരു ഭാവിയിലേക്കുള്ള പാതയൊരുക്കുമ്പോൾ മലയുടെ മുകളിലേക്ക് കയറി പോകുന്നതിനേക്കാൾ എളുപ്പം ഇതാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്ന രീതിയാണ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിനനുസരിച്ചാണ് ആധുനിക ടെക്നോളജി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ക്ലിയറൻസുകളാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഉപാധികളും മറ്റ് നിബന്ധനകളും എല്ലാം വെച്ചുകൊണ്ട് ലഭിച്ചിരിക്കുന്നത്. ആ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് കോട്ടമില്ലാത്ത രീതിയിൽ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഡ്രീം പ്രോജക്റ്റായി നിൽക്കുന്ന ഈ തുരങ്കപാത പൂർത്തീകരിക്കാൻ സാധിക്കും.
അല്ല, താങ്കൾ ആദ്യം പറഞ്ഞ ഭാഗം എനിക്ക് മനസ്സിലായില്ല. ഏതുമായി ചേർത്ത് വെച്ച് എങ്ങനെ കാണുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിലാണോ സർക്കാർ കാണുന്നത്? ആദ്യത്തെ ഭാഗം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഏതുമായി ചേർത്ത് വെച്ച് എങ്ങനെ ഈ പദ്ധതിയെ കാണുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾ വൈകാരികമായിട്ട് ഈ പദ്ധതിയെ മുടക്കാൻ പറയുന്ന ചില മുടക്ക് ന്യായങ്ങളുടെ കൂടെയുള്ള വർത്തമാനമാണ് ഇൻട്രോയുടെ ഭാഗമായി പറഞ്ഞത്. എന്നോടുള്ള ചോദ്യത്തിലും സൂചിപ്പിച്ച അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ചുരം കയറിയുള്ള യാത്രയാണ്. വലിയ തോതിലുള്ള ബ്ലോക്കും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി വാഹനങ്ങൾ നിർത്തിയിടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ തോതിലുള്ള പൊല്യൂഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഗതാഗത കുരുക്കിൻ്റെ ഭാഗമായി ആളുകൾക്ക് ആശുപത്രിയിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നു. ആ പാതയുടെ വീതി വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ അത് സാധ്യമല്ല. കാരണം 4 വരി പാതയിൽ നിന്നെത്തി പിന്നീട് 2 വരി പാതയിലേക്ക് മാറുകയാണ്. അത് ഇരുവശവും ഫോറസ്റ്റാണ്. ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ ഇവിടെ ഈ പാത വരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. അതിന് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിന് ഉള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും. ആ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകാനും വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്കറിയാം, തുരങ്കപാത വരുന്നതോടുകൂടി ഒരു പുതിയ വികസനം കേരളത്തിന് ഉണ്ടാവുകയാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ കർണാടകവും തമിഴ്നാടും എല്ലാമായിട്ടുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിക്ക് അനുകൂലമായ രീതിയിൽ മറ്റ് പ്രശ്നങ്ങളില്ലാത്ത രീതിയിലാണ് ഈ പാത കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ പാറയുടെ കനമെന്ന് പറയുന്നത് ആവറേജ് 350 മീറ്ററാണ്. 900 മീറ്റർ വരെ വരുന്ന പാറയാണ് തുറന്നു പോകുന്നത്. ആവറേജ് എന്ന് പറയുന്നത് 350 മീറ്ററാണ്. ഇവിടെ നടത്തിയിട്ടുള്ള സ്റ്റഡികൾ, പഠനങ്ങൾ വെച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഈ തുറക്കുന്ന സമയത്തുണ്ടാകുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വൈബ്രേഷൻ അത് 100 മീറ്റർ പരിധിയിലേക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കില്ല എന്ന് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഏജൻസികൾ CMMFR ഉൾപ്പെടെയുള്ള ഏജൻസികൾ കൃത്യമായി പഠനം നടത്തി പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ആശങ്കകൾ ഉണ്ടാക്കി ഈ പദ്ധതിയെ ആ പ്രദേശത്തുള്ള ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനോ ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഈ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഒരു വർഷക്കാലം നടത്തിയ കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിൽ ഏറ്റവും മികച്ച പ്രോജക്റ്റ് നടത്തി നേരത്തെ തന്നെ അനുഭവമുള്ള കൊങ്കൺ റെയിൽവേ അത് ഏൽപ്പിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ അതിന് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ന്യൂ ആസ്ട്രിയൻ ടണലിംഗ് മെത്തേഡാണ് അവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരം ഏറ്റവും ആധുനികമായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പരിക്കുകളില്ലാതെ ക്ഷതമില്ലാതെ കൃത്യമായി കൈകാര്യം ചെയ്തു പോകുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി ഉൾപ്പെടെ ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന ഒരു പദ്ധതിയാണിത്. ആളുകളെ ഇതിൻ്റെ ഭാഗമായി നടത്തിയ വയനാടും അതുപോലെ തന്നെ കോഴിക്കോടും ജില്ലാ കളക്ടറേറ്റിൽ നടത്തിയ ഹിയറിങ്ങിൽ ഉൾപ്പെടെ ആ കാര്യം പ്രതിഫലിച്ചിട്ടുള്ളതാണ്. മാത്രവുമല്ല, അവിടെ ഭൂമി ഏറ്റെടുക്കൽ പൂർണ്ണമായും പൂർത്തീകരിച്ചു. മുഴുവൻ ആളുകൾക്കും അതിൻ്റെ പണം നൽകി കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും കൃത്യമായി നീക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് സങ്കുചിതമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു പദ്ധതിയെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്. SK സജീഷ്, ഈ സങ്കുചിതമായ അഭിപ്രായ പ്രകടനങ്ങൾ വൈകാരികമായി അവതരിപ്പിക്കുന്നു എന്നൊക്കെ താങ്കൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളുടെ ആശങ്ക, ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സംശയങ്ങൾ, അത് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും താങ്കളും താങ്കളുടെ പാർട്ടിക്കും അത് ഈ ഭരിക്കുന്ന സർക്കാരിനുമുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായി ചർച്ചയ്ക്ക് വരും. ഒരു ചർച്ചയ്ക്ക് ജനാധിപത്യപരമായ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ അതേതോ ഗൂഢസംഘത്തിന്റെ ഭാഗമായി നിന്ന് ഈ പദ്ധതി അട്ടിമറിക്കാനാണ് എന്നൊരു നറേറ്റീവ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ താങ്കൾ ഉണ്ടാക്കുന്നതിൻ്റെ ഔചിത്യം എനിക്ക് മനസ്സിലാകുന്നേയില്ല. കാരണം ഇത് വൈകാരികമായ ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് കടൽ മണൽ ഖനനത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നമായും കടലിന്റെ ആവാസ വ്യവസ്ഥ, മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായി കാണുന്നത്? കേന്ദ്ര സർക്കാരിന് മറ്റൊരു ന്യായവും അവിടെയും ശാസ്ത്രീയമായ പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അവരും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എന്തിനാണ് ഇവിടെ നിങ്ങൾ അതിന്റെ പേരിൽ കൊടി പിടിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഓരോ കാര്യത്തിനെയും മറ്റൊന്നിനോട് ചേർത്ത് വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
കടൽ ആഴക്കടൽ ഖനനവും ഇതും ഒരേപോലെയാണ് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ പരസ്പരം കാര്യങ്ങളെ താരതമ്യം ചെയ്യുന്നത്? ഇത് രണ്ടും ഒരേപോലെയാകുന്നത് ആ പ്രദേശവാസികളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് സജീഷ്. ഇത് രണ്ടും ഒരുപോലെയാകുന്നത് ആ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായില്ല? അല്ലാതെ അതിന്റെ ശാസ്ത്രീയ പഠനമാണോ ഇതിന്റെ ശാസ്ത്രീയ പഠനം എന്ന് താരതമ്യം ചെയ്തിട്ടല്ല. ശ്രീ ഗോപികൃഷ്ണൻ, ഒരു കാര്യം ഞാൻ ആദ്യം ഒന്ന് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ച് പോകട്ടെ. താങ്കൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും, താങ്കൾ അഭിപ്രായം പഠിപ്പിച്ചോളൂ, എനിക്കതിലൊട്ടും പ്രയാസമില്ല. ഒന്ന്, താങ്കൾ പലതിനെയും ചേർത്ത് വെക്കുകയാണ്. കേരളത്തിൻ്റെതുൾപ്പെടെയുള്ള തീരങ്ങളിൽ നിന്ന് വൻതോതിൽ ധാതുമണൽ ഖനനം ചെയ്ത് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവിടെ നിന്ന് അത്തരത്തിലൊരു ഖനനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കടൽ ജീവികൾക്കും മറ്റുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് വേറെ രീതിയിലുള്ള കാര്യങ്ങളും വേറെ രീതിയിലുള്ള പഠനവും നടത്തേണ്ട കാര്യമാണ്. അതിനെ ഈ മലയോര മേഖലയിലുള്ള യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട ടണൽ പ്രോജക്റ്റുമായിട്ടല്ല ചേർത്ത് വെക്കേണ്ടത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധിയായ പ്രോജക്റ്റുകളുണ്ട്. ഈ കൊങ്കൺ റെയിൽവേ തന്നെ 72 കിലോമീറ്റർ ദൂരം പരിസ്ഥിതി ലോല പ്രദേശമായി തന്നെ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ലോല പ്രദേശമായി കാണുന്ന വെസ്റ്റേൺ ഗഡ്സിൽ മാത്രം 72 കിലോമീറ്റർ തുരങ്കം നിർമ്മിച്ചിട്ടുണ്ടല്ലോ. ആ തുരങ്കപാത ഇപ്പോൾ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാജ്യത്തിൽ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ടല്ലോ. പിന്നെ ആളുകളുടെ ആശങ്ക എന്നൊക്കെ താങ്കൾ പറയുന്നു. ഒന്ന്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലിയറൻസ് ഇപ്പോൾ നൽകുമ്പോൾ ഈ പറഞ്ഞ ഏതെല്ലാം ആക്ഷേപങ്ങൾ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉന്നയിക്കുന്നോ അതെല്ലാം രേഖാപരമായി തന്നെ ആക്ഷേപമുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷമാണ് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതും ക്ലിയറൻസ് ഉണ്ടാകുന്നതും. അപ്പോൾ അത് നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രവുമല്ല, താങ്കൾ പറഞ്ഞല്ലോ ഈ പാറ തുരന്നു പോകുമ്പോഴുള്ള പ്രശ്നം, അതുൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. ആവറേജ് ഇവിടെ കൊങ്കണിൻ്റെ ആളുകൾ ആദ്യമായി തന്നെ ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ ഏറ്റവും അനുയോജ്യമായ പ്രദേശം എന്നവർ കണ്ടെത്തുകയുണ്ടായി. കാരണം അത്രയും വിസ്തൃതിയുള്ള പാറയാണ്. 350 മീറ്റർ മിനിമം ഈ പാറയ്ക്ക് ഹൈറ്റുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലാണ് ഈ പാറയുടെ തുരങ്കം കടന്നു പോകുന്നത്. അത് 900 മീറ്റർ വരെ ഹൈറ്റിലേക്ക് വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിൽ പറയുന്നത് 100 മീറ്ററിനപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു തുരങ്കം നിർമ്മിക്കുന്ന സമയത്ത് ഒരു ചെറിയ വൈബ്രേഷൻ്റെ പ്രശ്നം പോലും ഉണ്ടാകില്ല എന്ന് കേന്ദ്ര ഏജൻസി തന്നെ CIMFR എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസി തന്നെ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് തെറ്റായ കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രചരിപ്പിച്ചു പോകാൻ വേണ്ടി പറ്റില്ല. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കണം. ആ പരാതികൾ പരിഗണിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ശരി ജിൻഡോ, ഈ SK സജീഷ് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വസ്തുതയായി നിൽക്കുന്നത് ഈ ചുരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, അതിലൊരു ബദൽ പാത എന്നത്. കാരണം വയനാട്ടുകാരെ സംബന്ധിച്ച് അവർക്കൊരു മെഡിക്കൽ കോളേജിൽ അത്യാധുനിക സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 50ഓളം ആംബുലൻസ് ഒരു ദിവസം ചുരം ഇറങ്ങി പിന്നെ രോഗികളെ കാണിക്കേണ്ട സാഹചര്യമുണ്ട്. പലപ്പോഴും ചുരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് മൂലം ജീവനുകൾ നഷ്ടമാകുന്ന പൊലിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുരത്തിൽ എവിടെയെങ്കിലും മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ, വാഹനാപകടം ഉണ്ടായാലോ, മരം വീണാലോ, വാഹനം കേടായാലോ ഒക്കെ ചുരം കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വയനാടിനെ കോഴിക്കോടുമായി അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു ബദൽ മാർഗം, ഒരു ബദൽ പാത എന്നത് വയനാട്ടുകാരുടെ എല്ലാ കാലത്തെയും ആവശ്യമാണ്. കേരളത്തെ സംബന്ധിച്ച് അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഒരുപാട് ബദൽ നിർദ്ദേശങ്ങൾ ഈ തുരങ്കപാതയ്ക്ക് ബദൽ നിർദ്ദേശം, ഇപ്പോൾ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ്, അതുപോലെ തന്നെ ചിപ്പിലത്തോട് ചുരം ബൈപ്പാസ്, വയനാട് റോപ്പ് വേ, ഇങ്ങനെ പലതരത്തിലുള്ള സാധ്യതകൾ നമ്മളുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സ്വപ്ന പദ്ധതി എന്നാണ് SK സജീഷ് പറഞ്ഞത്. ഇത് നടപ്പാകുന്നതോടുകൂടി പലതരത്തിലുള്ള ഗുണങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്നു, ടൂറിസം മേഖലയ്ക്കുണ്ടാകുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ വയനാടുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന പുതിയ കണക്ടിവിറ്റി ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായി മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗം, ഗുണം ഇതിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി എതിർക്കപ്പെടേണ്ടതുണ്ടോ? ഇപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പരിസ്ഥിതി ആഘാത സമിതിയുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ 25 പ്രധാന വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ പാത മുന്നോട്ട് പോകുന്നതിന് പ്രതിപക്ഷത്തിൽ എതിർപ്പുണ്ടോ? ഗോപി, ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായി,
ഈ വയനാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം വേണം. അവിടുത്തെ ആളുകൾ ആംബുലൻസിൽ വഴിയിൽ കിടന്ന് മരിക്കുന്ന ആ ദുരവസ്ഥയ്ക്ക് പരിഹാരം വേണം. ഇതിനൊന്നും ഒരു തർക്കവുമില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ നാട് വികസിക്കുമ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും ആ വികസനത്തിൻ്റെ ഗുണങ്ങൾ കിട്ടേണ്ടതുമാണ്. അതിലൊരു തർക്കവുമില്ല. ഇവിടെയുള്ള തർക്കം എന്താ, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത കൂടി, പാരിസ്ഥിതിക പ്രത്യേകത കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടല്ലോ. ഇന്നിപ്പോൾ ഈ പരിസ്ഥിതി ഇവർ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരിസ്ഥിതി അനുകൂല റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇവിടെ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതകളുണ്ട്, ഗുരുതരമായിട്ടുള്ള മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കണമെന്ന് പറയാം. അപ്പോൾ ഒരു തരത്തിലും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നടപ്പാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും ഈ പദ്ധതി നടപ്പാക്കാൻ. ഇനി ഞാൻ ഗോപി ചോദിച്ച ഒരു ചോദ്യത്തിൽ എനിക്കതിൽ ഒരു പ്രത്യേകത തോന്നിയ ഒരു കാര്യം, വയനാട്ടിലെ ആളുകൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് 10ഉം 18ഉം ആംബുലൻസുകൾ വഴി നീളെ ക്യൂ എടുക്കുന്നു, ആളുകൾ വണ്ടിയിൽ കിടന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ പ്രോജക്റ്റ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2000-ലധികം കോടി രൂപയുടെ പ്രോജക്റ്റാണ്. സജീഷ് പറഞ്ഞ പോലെ സ്വപ്ന പദ്ധതി. ഇതിൻ്റെ പകുതി പോലും വേണ്ടല്ലോ വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ആളുകൾക്കുള്ള ചികിത്സാ സൗകര്യം അവിടെ തന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പദ്ധതികളൊക്കെ എത്രത്തോളം ദീർഘവീക്ഷണത്തോടെയുള്ളതാണ്, എത്രത്തോളം എല്ലാ വിഭാഗം ആളുകളെ ഉൾക്കൊള്ളുന്നതാണ്, പരിസ്ഥിതിയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. വികസനം എന്ന് പറഞ്ഞാൽ ചുമ്മാ വെട്ടിക്കീറി നടത്തുന്നത് എല്ലാം വികസനമല്ല. വൻകിട സമുച്ചയങ്ങൾ മാത്രമല്ല വികസനം. വികസനം എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിന് ശേഷം അതിന് മുമ്പുണ്ടായിരുന്നവനേക്കാൾ ഗുണകരമായിട്ടുള്ള ജീവിത സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കേണ്ട. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ഈ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മണ്ണിടിച്ചിലാണ് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ആണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുകയല്ലേ. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ അത് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കതിനുള്ള പരിഗണന കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്ന് പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അതിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് കൂടി ഭൂമിക്കടിയിലൂടെ തുരങ്കം കൊണ്ടുവരുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളുടെ, പരിസ്ഥിതി പ്രവർത്തകരുടെ, മുഴുവൻ ആളുകളുടെയും സങ്കടങ്ങൾ, പരാതികൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടല്ലോ. അതിന് പകരം വികസന പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. അതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ കേരളത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം വരേണ്ടത്. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് 2.5 ലക്ഷം കോടി രൂപയുടെ കേരയിൽ പദ്ധതിയുമായിട്ട് വന്ന് കുറേ ആളുകളുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റിയിട്ട് നാട്ടുകാരെ മുഴുവൻ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിലിട്ട് എന്തൊക്കെ ചെയ്തു. അവസാനം കേരയിൽ വരും കേട്ടോ എന്നുള്ള BGM ഇട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് അപ്പുറം മറ്റെന്തെങ്കിലും നടന്നോ? അപ്പോൾ കേരളത്തിന് അനുഗുണമായിട്ടുള്ള വികസന പദ്ധതികൾ എന്താണെന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെയുള്ളത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യുകയല്ല വേണ്ടത്. നമ്മുടെ കേരളത്തിൻ്റെ ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ, നമ്മുടെ പാരിസ്ഥിതിക പ്രത്യേകതകൾ, നമ്മുടെ സാമ്പത്തിക സാഹചര്യം, നമ്മുടെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ഇത്തരം വികസന പദ്ധതികളെ കൊണ്ടുവരാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഞാൻ വീണ്ടും പറയുന്നു, മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം ഇതിന് കൊടുക്കുന്നതിന് ഒരു ശരികേട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മെഡിക്കൽ കോളേജാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആദ്യം വരേണ്ടത്. മാത്രമല്ല വയനാട്ടിലേക്ക് തന്നെ 4-ലധികം ചുരങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. അതിലുള്ള റോഡുകൾ, ആ ചുരപാതകളൊക്കെ എത്രത്തോളം നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത്, എത്രത്തോളം നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എന്നുള്ളതൊക്കെ പരിശോധിക്കണം. ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം ഈ സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നമ്മൾ കാണാനായിട്ട്. അപ്പോൾ ഈ പദ്ധതിയെ എതിർക്കുക എന്നുള്ളതല്ല, ഈ പദ്ധതി വരുമ്പോൾ ആ പ്രദേശത്തുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ പരിഗണിച്ച് പരിശോധിച്ച് വേണ്ടത്ര പഠനം നടത്തിയിട്ട് വേണം. കാരണം ഇത് ലോങ് ടേം പ്രോജക്റ്റാണ്. നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പദ്ധതിയല്ലല്ലോ, ഇത് ലോങ് ടേം പ്രോജക്റ്റാണ്. അപ്പോൾ വയനാട് എന്ന് പറഞ്ഞ ഒരു ജില്ലയുടെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് 2020 ഇവർ വിഭാവനം ചെയ്തത്. അന്നായിരുന്നു ഇവരുടെ സ്വപ്ന പദ്ധതി. ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് മണ്ണിടിച്ചിൽ പെട്ടുപോയ മനുഷ്യർക്ക് വീട് ഒരുക്കി കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പണം പോലും കൃത്യമായിട്ട് ചെലവഴിക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അവിടെ മണ്ണിടിച്ചിൽപ്പെട്ട മനുഷ്യർ അവർക്ക് കൂര ഒരുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുമ്പോൾ അവരെ തല്ലി അറസ്റ്റ് ചെയ്യുന്ന പോലീസാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കണം. നമ്മുടെ വികസന പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ആ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന, അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട് എന്നുകൂടി പരിഗണിച്ചിട്ട് വേണം ഇത്തരം പദ്ധതികൾ സ്വപ്നമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ വരാം. ശരി, ബാദുഷ, വയനാട്. ഇപ്പോൾ കേരളത്തിൽ ഈ വയനാടിനെ മറ്റിടങ്ങളിലേക്ക്, അതായത് മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കാൻ 5 ചുരങ്ങൾ നിലവിലുണ്ട്. ഇപ്പോൾ താമരശ്ശേരി ചുരമുണ്ട്, പാൽ ചുരമുണ്ട്, നെടുമ്പൊയിൽ ചുരമുണ്ട്, അതുപോലെ തന്നെ പക്രംതളം ചുരമുണ്ട്, നാടുകാണി ചുരമുണ്ട്. ഇങ്ങനെ 5 ചുരം വഴി ഈ വിവിധ മേഖലകളെ ബന്ധിപ്പിക്കാനായി വയനാടിനുണ്ട്. ഇപ്പോൾ സജീഷ് പറഞ്ഞത് തുരങ്കപാത എന്നത് ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിന് കാരണം ഏറെ നാളായി വയനാട്ടുകാരുടെ ഗതാഗത പ്രശ്നങ്ങൾക്കുള്ള ഒരു ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ സർക്കാർ ഈ പദ്ധതിയെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏതാണ്ട് 90% ഭൂമിയുടെ ഏറ്റെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പരിസ്ഥിതി ആഘാത സമിതി
ഇപ്പോൾ അതിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചില കാര്യങ്ങളിൽ അതീവമായ ശ്രദ്ധ വേണം എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നടപ്പാക്കിയാൽ അല്ലെങ്കിൽ ഇതെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ ഈ തുരങ്കപാത വരുന്നത് വയനാട്ടുകാരെ സംബന്ധിച്ച് ഗുണമല്ലേ? ഈ പദ്ധതി എതിർക്കപ്പെടേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ മേൽ പതിച്ചിട്ടുള്ള മറ്റൊരു മഹാദുരന്തമാണ് ഈ ഇരട്ടപ്പാത തുരങ്കം. എന്താണെന്ന് വെച്ചാൽ വയനാടിൻ്റെ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കുമേൽ അടിക്കപ്പെടുന്ന അവസാനത്തെ ആണിയാകുമെന്ന് ഞങ്ങൾ പറയാൻ കാരണം ഇപ്പോൾ ഇവിടെ താങ്കളടക്കം സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ഈ തുരങ്കം വരാൻ പോകുന്നത് മുണ്ടക്കൈ ദുരന്തം മാത്രമല്ല. മുണ്ടക്കൈ ദുരന്തം സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നെങ്കിൽ ഈ മുണ്ടക്കൈയിൽ തന്നെ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. 1984 ദുരന്തത്തിൽ എത്ര മനുഷ്യർ മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ടു എന്ന് ഇന്നും അജ്ഞാതമാണ്. അത് തുടർന്ന് 2020 2019 ഇപ്പോൾ ഉള്ളതായ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അതിൽ തൊട്ടടുത്തുള്ളതായ ഈ മലഞ്ചരിവിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ചരിവിലുള്ള കവളപ്പാറയിലും പാതാറിലും 2019 വലിയ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ സമീപത്തുള്ള പുത്തുമലയിൽ ദുരന്തമുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മലയുടെ കിഴക്കൻ ചരിവിലുള്ള ആനക്കാമ്പായിൽ ഭാഗം വളരെ പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന് മാത്രമല്ല അവിടെ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളതായ പാരിസ്ഥിതികമായ അതീവ ദുർബലമായ ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ളതായ ഒരു പദ്ധതി കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് കേരളീയ സമൂഹം വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് വയനാടിൻ്റെ യാത്രാ പ്രശ്നമാണ്. വയനാടിൻ്റെ യാത്രാ പ്രശ്നം, വയനാട്ടിലെ ചുരം റോഡുകൾ പതിവായി വലിയ ട്രാഫിക് ജാം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ വയനാടിൻ്റെ ചുരം റോഡുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വയനാടിൻ്റെ ചുരം സമീപ സംസ്ഥാനങ്ങളായ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴി തന്നെയാണ്. അങ്ങനെയുള്ള താമരശ്ശേരി ചുരത്തിൽ മാത്രമാണ് പതിവായിട്ട് ഈ ട്രാഫിക് ജാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ താമരശ്ശേരി ചുരം തന്നെ ശാസ്ത്രീയമായി നവീകരിക്കുകയും അത് വൈഡൻ ചെയ്യുകയും അത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് അത് ബലപ്പെടുത്തുകയും ചെയ്താൽ ഇന്നുള്ള ഗതാഗത പ്രശ്നത്തിൻ്റെ പകുതിയോളം പരിഹരിക്കപ്പെടും. അതുകൂടാതെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലേക്ക് 5 ചുരം റോഡുകളുണ്ട്. ഈ റോഡുകളൊക്കെ തന്നെ ഇങ്ങനെ ബലപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല പക്രംതളം റോഡ്, കുറ്റ്യാടിയിലേക്ക് മാനന്തവാടിയിൽ നിന്നും കുറ്റ്യാടിയിലേക്ക് പോകുന്ന പക്രംതളം റോഡ്, ആ റോഡ് ഒരു ഭാഗത്ത് മാത്രം 1/2 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ ഫോറസ്റ്റ് ഭൂമിയുള്ളൂ. അത് 4 വരിപ്പാതയോ 6 വരിപ്പാതയോ ആക്കി ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. അങ്ങനെ വന്നാൽ വയനാടിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കും. മറ്റൊന്ന്, നമുക്കറിയാം വയനാട്ടിലെ രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് പോലും ആവശ്യമില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്തുകൊണ്ട് ബത്തേരിയിലും കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഉണ്ടാക്കിക്കൂടാ? അതേപോലെ തന്നെ രോഗികളെ പെട്ടെന്ന് എത്തിക്കാനുള്ള മറ്റെന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ 2000 കോടി രൂപ ചെലവഴിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ നടക്കുന്ന തുരങ്കങ്ങളുടെ സ്ഥിതി. ഏറ്റവും വലിയ തുരങ്കം 9 കിലോമീറ്ററുള്ള അടൽ തുരങ്കമാണ്. മനാലിയിൽ നിന്നും ലേ ലഡാക്കിലേക്ക് പോകുന്ന തുരങ്കം. അത് വാജ്പേയിയുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത് അഡാനി നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോഡിയുടെ കാലത്താണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 20 കൊല്ലം എടുത്തു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുതിരാൻ തുരങ്കമുണ്ടല്ലോ പാലക്കാടുള്ള, ആ തുരങ്കത്തിൻ്റെ അവസ്ഥ എന്താണ്? 3 കിലോമീറ്ററുള്ള ആ തുരങ്കം ഇന്നും ഗതാഗത യോഗ്യമാണോ? 8 കിലോമീറ്റർ നീളത്തുള്ളതായ ഒരു തുരങ്കം അതായത് അടൽ തുരങ്കം ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി കൈവശമുള്ള ഇന്ത്യൻ മിലിറ്ററിയാണ് ഉണ്ടാക്കിയതെങ്കിൽ കേരളത്തിലെ തുരങ്കം ഉണ്ടാക്കാൻ പോകുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. കൊങ്കൺ റെയിൽവേയുടെ ടെക്നോളജിയെ സംബന്ധിച്ചുള്ളതായ പ്രാപ്തിയെക്കുറിച്ചൊന്നും നമ്മൾ തർക്കിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇന്നുള്ള അവസ്ഥ അനുസരിച്ച് ചുരുങ്ങിയത് 20 കൊല്ലം കൂടി നാളെ പണി തുടങ്ങിയാൽ പോലും
20 കൊല്ലം എടുക്കാതെ ആ തുരങ്കം ഉണ്ടാവാൻ പോകുന്നില്ല. അത്രയും കാലം ഈ ഗതാഗത കുരുക്ക് അനുഭവിക്കുകയും ആളുകൾ ആംബുലൻസിൽ കിടന്ന് മരിക്കുന്നു എന്ന് പറയുന്ന സംഭവം, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അത് തുടരുകയും ചെയ്യണമെന്നാണോ പറയുന്നത്? ഇതിൻ്റെ 10-1 പണം ഉപയോഗിച്ചാൽ ഈ ചുരം റോഡുകളുടെ ബ്ലോക്കുകൾ ഒഴിവാക്കുകയും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുകയും ചെയ്യാമെന്നിരിക്കെ ഇതുപോലുള്ളതായ ഒരു വലിയ ദുരന്തം ഉണ്ടാക്കി വെക്കുന്ന അതീവ പരിസ്ഥിതി ദുർബലമായ ഒരു പ്രദേശം നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തു നോക്കൂ. ഒരു 10 കൊല്ലത്തിനിടയിൽ ഈ മേഖലയിൽ എത്രയെത്ര ഉരുൾപൊട്ടലുകളും എത്ര മണ്ണൊലിപ്പുകളും അതീവമായ ദുർബലമായ ഒരു പ്രദേശമാണ്. ഇങ്ങനെയുള്ളതായ ഒരു പ്രദേശത്ത് ഇങ്ങനെ വാശി പിടിച്ച് ഒരു തുരങ്കമുണ്ടാക്കൂ എന്നുള്ളതിന് പിന്നിൽ വലിയ അജണ്ടകളുണ്ട്. അത് ചെറുത്തു നിന്നേ ചെറിയ ഇടവേള എടുക്കട്ടെ. ദുരന്ത നിവാരണ വിദഗ്ധ ഡോക്ടർ KG താര നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ KG താര, ഈ വയനാട് തുരങ്കപാതയെ കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ഈ തുരങ്കപാതയെ ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നാണ്. ഈ തുരങ്കപാതകൾ ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകുമോ എന്നത് പഠിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ ഈ തുരങ്കപാത കൊണ്ടുവരുന്നതിന് കാരണമായി പറയുന്ന അല്ലെങ്കിൽ അതിനായി നിരത്തുന്ന ന്യായങ്ങളിൽ ഒന്ന് വയനാട്ടുകാരുടെ ആവശ്യമാണ്. 2, ഇത് ശാസ്ത്രീയമായ പഠനത്തിലൂടെ അതിലെ പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കിക്കൊണ്ടായിരിക്കും കൊങ്കണിനെ പോലെ ഒരു ടീമിനെ ഇത് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. 3-ാമതായി കൊങ്കൺ റെയിൽപാത തന്നെ തുരങ്കപാത സുരക്ഷിതമാണെന്നും അത് ഉപയോഗപ്രദമാണ് എന്നതിനുമുള്ള തെളിവായി SK സജീഷ് ഈ ചർച്ചയിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ തുരങ്കപാതയ്ക്കെതിരെ സംസാരിക്കുന്നവരൊക്കെ ഈ കേവലം പരിസ്ഥിതിവാദികളുടെ അല്ലെങ്കിൽ തീവ്ര പരിസ്ഥിതിവാദികളുടെ ഗണത്തിൽപ്പെടുന്ന പദ്ധതികളുടെ മുടക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണോ? എങ്ങനെയാണ് താങ്കൾ ഈ പദ്ധതിയെ മനസ്സിലാക്കുന്നത്? ഇവിടെ പറഞ്ഞു കേട്ടത് ഇതൊരു സ്വപ്ന പദ്ധതി ആണെന്നാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. ഒരു ചെറിയ തിരുത്തുണ്ട്. ഇതൊരു ദുസ്വപ്ന പദ്ധതിയാണ്. ഒരു സംശയം കൂടാതെ അത് പറയാനുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൊങ്കൺ റെയിൽവേ അല്ല ഇതിന്റെ ദുരന്ത ആഘാത പഠനം നടത്തിയെന്നാണ്. ഇത് എന്റെ അറിവ് തെറ്റാണെങ്കിൽ ദയവായി തിരുത്തുക. കിറ്റ്കോ ലിമിറ്റഡ് അവരാണ് EIA കൺസൾട്ടന്റ് ആയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്. കൊങ്കൺ റെയിൽവേ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എൻവയൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ, അത് 15 കോടിയോളം വരുന്നതിന്റെ എൻവയൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ ആണ് കൊടുത്തത്. അതിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അല്ല. അതിന്റെ കൺസൾട്ടന്റ് ഇമ്പാക്ട് അസസ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ട്, ആഘാത പഠന കൺസൾട്ടന്റ് ആയിട്ട് കിറ്റ്കോ ആണെന്നാണ് എന്റെ ഇപ്പോഴും ഉള്ള അറിവ്. 2, ഈ കമ്മിറ്റി അനുവാദം കൊടുക്കുമ്പോൾ തന്നെ ആ റിപ്പോർട്ട് അനുവാദം കൊടുക്കുന്ന ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അത് തന്നെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. 1-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഈ കമ്മിറ്റി അനുവാദം കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നു, ദിസ് കമ്മിറ്റി ഓൾസോ ഒബ്സർവ് ദാറ്റ് ദ ടണൽ അലൈൻമെന്റ് പാസസ് ത്രൂ ഹൈലി ഫ്രജൈൽ ലാൻഡ്സ്ലൈഡ് സോൺസ്. ഹൈലി ഫ്രജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കമ്മിറ്റി തന്നെ പറയുന്നു, ഞങ്ങൾ അനുവാദം കൊടുക്കുകയാണ്, വളരെ പാരിസ്ഥിതിക ദുർബലമായിട്ടുള്ള മേഖലയിൽ കൂടി ഹൈലി ലാൻഡ്സ്ലൈഡ് സോൺ, അതായത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ കൂടി ഇത് ഞങ്ങൾ കടന്നു പോകുന്ന ഈ പദ്ധതിക്ക് വേർ മാസീവ് ഡിസ്ട്രക്ഷൻ, അതായത് ഭയങ്കര ആഘാതമുള്ള ലാൻഡ്സ്ലൈഡ് 2019-ലും 2024-ലും നടന്നു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഇതില് പറയുന്ന ഒരു കാര്യം, മാം അതിന്റെ കൂടെ ഒരൊറ്റ കാര്യം കൂടി മാം ഒന്ന് ആഡ് ചെയ്തോട്ടെ. അതിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത് thereby necessitating precautions during the construction stage to avert vibration induced landslips, അത് ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാം എന്നല്ലേ? അല്ല, ആ പറയുന്നതിലാണ് ഞാൻ 2-ാമത്തെ പോയിന്റ് പറയുന്നത്. കാരണം ഇത് വൈബ്രേഷൻ, ഈ സാധാരണഗതിയിൽ ഈ കമ്പനങ്ങള്, ഈ നമ്മൾ ടണലിംഗ് പ്രോസസ്സിൽ കമ്പനങ്ങൾ ഉണ്ടാകും, വൈബ്രേഷൻസ് ഉണ്ടാകും. അത് ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്നതിന്റെ പ്രധാനമായി 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, അവിടെയുള്ള വെള്ളത്തിന്റെ അളവ്. അതായത് നമ്മളെപ്പോഴും പറയുമല്ലോ, പൂരിതമായിട്ട് പാറയിലെ സുഷിരങ്ങളിൽ വെള്ളം കയറുകയോ അല്ലെ മണ്ണില്
വെള്ളത്തിന്റെ അളവ് കൂടുകയോ, ഒരു സാച്ചുറേഷൻ, അതിനൊരു പിന്നെ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് വെള്ളത്തിന്റെ അളവ് കൂടിയാൽ ഇത് അപ്പാടെ താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അതിലെ ഫോൾട്ട് അല്ലെങ്കിൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വിള്ളൽ മാത്രമുള്ളത്. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ വിള്ളലിനെ ആധാരമാക്കി പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിയിട്ടുണ്ടോ എന്നുള്ള പഠനം. ഈ റിപ്പോർട്ടിൽ, ഈ അനുവാദം കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് there are no major fault lineaments intersecting ഈ പ്രൊപ്പോസ്ഡ് സൈറ്റ്. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ GSIയുടെ തെക്കേ ഇന്ത്യയുടെ ഈ ഫോൾട്ടുകൾ, അതായത് ഈ അപഭ്രംശ മേഖലകളെ മാപ്പ് ചെയ്ത് തെക്കേ ഇന്ത്യയുടെ മാപ്പിൽ നോക്കിയിട്ടാണ് അതിന്റെ പുറത്ത്, ഈ ഒരു മാപ്പിന്റെ പുറത്ത് വേറൊരു മാപ്പ് വെച്ച് നോക്കുമ്പോൾ അത് കണ്ടെത്തി എന്നാണ് പറയുന്നത്. അല്ലാതെ അവിടെ പ്രത്യേക സ്പെസിഫിക് പഠനം നടന്നിട്ടില്ല. ഈ മാപ്പ് GSI, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ തെക്കേ ഇന്ത്യയുടെ മാപ്പ് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ ആയിട്ടാണ്. അതായത് 50 കിലോമീറ്റർ സ്ഥലത്തെ 1 സെന്റിമീറ്റർ ആയിട്ട് കാണിക്കുന്ന വലിയ ഒരു മാപ്പാണ്. നമുക്ക് ഇവിടെ ആകെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 8.753 കിലോമീറ്റർ മാത്രം വരുന്നത്. ഈ 8.753 കിലോമീറ്റർ ഇതിനകത്ത് ഒരു പൊടി പോലും കാണിക്കാൻ പറ്റത്തില്ല. ഈ 50 കിലോമീറ്റർ അതിനെ 1 സെന്റിമീറ്റർ ആയിട്ട് ചുരുക്കുന്ന ഒരു മാപ്പിൽ ഈ 8.753 കിലോമീറ്റർ തുരങ്കപ്പാത എങ്ങനെ കാണിക്കുന്ന എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതൊന്ന്. അതുപോലെ ഈ ഇതിനകത്ത് പറയുന്നത് ഇതിനെ സൂപ്പർപോസ് ചെയ്ത് ഇത് വെച്ച് നോക്കി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യം. അതുപോലെ രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിലെ വെള്ളത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഇതിന് എന്ത് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ കമ്മിറ്റി തന്നെ പറയുന്നു പ്രസൻസ് ഓഫ് ഫ്രാക്ചർ കൺട്രോൾഡ് ഡീപ്പ് അക്യുഫർ കോൺഫിഗറേഷൻ. അതായത് ഈ നമുക്ക് വെള്ളം കിട്ടുന്നത് ഈ ലൂസായിട്ടുള്ള മണ്ണ്, പാറയുടെ മുകളിൽ നമ്മൾ നടന്നു പോകുന്ന ഭൂമിയിൽ അവിടെ കുറച്ച് ഇങ്ങനെ അൺകൺസോളിഡേറ്റഡ്, അതായത് ഉറപ്പിച്ച ഇങ്ങനെ മണലല്ല, കുറച്ച് അതിൻ്റെ ഇടയിൽ വെള്ളം ഇറങ്ങി പോകാനുള്ള സംവിധാനമുണ്ട് അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈൽസ് ഇടരുതെന്ന് പറയുന്നത്. അത് പോട്ടെ. അതിന്റെ താഴെ പാറയിൽ ചിലപ്പോ ഈ പാറയുടെ പുറത്ത് ഈ വെള്ളം ഉണ്ടാകുന്നതിന്റെ പാറ വരെ കുഴിക്കുമ്പോഴാണല്ലോ കിണറിൽ വെള്ളം ഉണ്ടാകുന്നത്. അവിടെ എന്തുകൊണ്ട് വെള്ളം ഉണ്ടാകുന്നു? പാറകളിൽ സുഷിരങ്ങളുള്ള ഇതുണ്ട്, ഫ്രാക്ചറുകളുണ്ട്, ഈ ചെറിയ വിള്ളലുകളുണ്ട്, അതിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കും. ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആ വെള്ളത്തിനെയാണ് നമ്മൾ അക്യുഫർ എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. അക്യുഫർ എന്ന് അതിലെ പ്രസൻസ് ഓഫ് ഫ്രാക്ചർ കൺട്രോൾഡ് ഡീപ്പ് അക്യുഫർ, അതിന്റെ കോൺഫിഗറേഷൻ അത് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് സീസ്മിക് റിഫ്രാക്ഷൻ വഴിയോ റെസിസ്റ്റിവിറ്റി മെത്തേഡ് വഴിയോ കണ്ടെത്തണം എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് കണ്ടെത്തിയിട്ടില്ല. കാരണം അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് ഈ കമ്മിറ്റിയുടെ ഈ അനുവാദം കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു. നമ്മൾ ഇതുവരെ ഇത്രയും നാളും ഈ ഉരുൾപൊട്ടൽ നടക്കുന്നതിന് പ്രധാന കാരണമായിട്ട് പറയുന്ന മഴ വെള്ളം താഴേക്ക് ഇറങ്ങി സുഷിരങ്ങളിൽ ഇത് നിറഞ്ഞു, അങ്ങനെ ഇത് പാറ താഴേക്ക് വന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മള് ഈ അക്യുഫർ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയുന്നത് എനിക്ക് ഈ ശാസ്ത്രത്തിനെ പറ്റി ബോധമില്ലായ്മ എന്ന് പറയുന്നത് ഭൂഷണമായി കൊണ്ട് നടക്കരുത് നയരൂപീകരണ രംഗത്തുള്ള ആളുകൾ എന്ന് മാത്രമേ നമുക്ക് ആശിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യയിൽ എത്ര ഈ ഇടയ്ക്ക് ഉണ്ടാക്കിയ ടണലുകൾ എല്ലാം മിക്കവാറും താഴെ വീണുകൊണ്ടിരിക്കുക. 6-7 ടണലുകളാണ് കൊളാപ്സ് ചെയ്യണത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു പഠന കമ്മിറ്റിയെ വെക്കുന്നുണ്ട്. എന്തുകൊണ്ട് വീണു? 41 തൊഴിലാളികള് സിൽക്കിയാര ടണലില് ഉത്തരാഖണ്ഡിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ജിയോളജിസ്റ്റുകള് വാർണിംഗ് കൊടുത്തതാണ്, പിന്നെ നിങ്ങൾ ഇവിടെ കെട്ടരുത്. കാരണം ഹിമാലയ പർവ്വതം എന്ന് പറയുന്ന ഹിമാലയ പർവ്വതത്തിന്റെ ശാഖകളാണ് അതിൽ കൂടിയാണ് ഈ 4 ഈ നമ്മുടെ ഈ സ്പിരിച്വൽ ഈ സൈറ്റ് അതിന് പറയുന്ന ഈ ആരാധനാലയങ്ങളെ ആ സൈറ്റുകളെ വേഗം ചെന്നെത്താൻ വേണ്ടി ചാർധാം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. ആ പ്രോജക്റ്റ് ഈ കടന്നു പോകുന്നത് ഈ വളരെ ദുർബലമായ ഹിമാലയ പർവ്വത നിരകളുടെ എക്സ്റ്റൻഷൻ അതിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. കെട്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതേ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. ഘട്ടം ഘട്ടമായിട്ട് കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ്.
ഇത് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. അവിടെ എല്ലാം ഈ ബുദ്ധിമുട്ട്, 100ഓളം വീടുകൾ അവിടെ ഈ സിൽക്കിയാര ടണലിന്റെ അടുത്ത് താഴേക്ക് പോയി. സബ്സിഡൻസ് ആണ്, അതായത് ഭൂമി താഴേക്ക് പോവുക. അപ്പോ സുപ്രീം കോടതിയിൽ കേസ് ആളുകൾ ഫയൽ ചെയ്തപ്പോ സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തത് ഇത് വളരെ അപകടം പിടിച്ച പാതയിൽ കൂടിയാണ് ഈ പോകുന്നത്, അത് വെക്കണം എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം. അല്ല താര മാഡം, ഞാൻ അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ സർക്കാർ ഇക്കാര്യങ്ങളിൽ ഒരു കോൾ എടുക്കുന്നത്, ഈ പരിസ്ഥിതി ആഘാത സമിതി ഇപ്പോൾ അനുവാദം നൽകുന്നു. 90% സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതിക്ക് വേണ്ടിയുള്ള തുക ബജറ്റിൽ ഏതാണ്ട് 2134 കോടി രൂപ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വയനാട്ടിലെ വർദ്ധിച്ചു വരുന്ന ഗതാഗത ആവശ്യമെന്ന ഒരു കാരണം സർക്കാരിന് മുന്നിലുണ്ട്. അപ്പോൾ പിന്നെ സർക്കാരിന് ഇതിലൊരു പിന്നാക്കം പോകുന്നതിനോ തിരിഞ്ഞു നോക്കുന്നതിനോ സർക്കാരിന് മുന്നിൽ ഒരു കാരണം വേണ്ടേ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം വേണ്ട? അതൊന്നുമില്ലല്ലോ. ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തിരിക്കുകയാണല്ലോ സർക്കാരിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്ക് തടയാൻ കഴിയും? ഈ കേരളിനും ഇത് തന്നെയല്ലേ പറഞ്ഞത്? കേരളിനും ഇത് തന്നെയാണ് ഈ വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. അതായത് നമുക്ക് വികസിക്കണ്ടേ. ഈ വികസനം എന്ന് പറയുന്നത് നമ്മൾ ആളുകളുടെ ജീവനും സ്വത്തിനും അപകടപ്പെടുത്തിക്കൊണ്ടാണോ ഇത് വരുത്തേണ്ടത്? ഈ തുരങ്കപാതയ്ക്ക് പകരമായിട്ട് ഇവിടെ ശ്രീ ബാദുഷ അതെന്ന് തന്നെ പറഞ്ഞുവല്ലോ, ഈ നിലവിലുള്ള പാതകളെ നമ്മൾ ബലപ്പെടുത്തുകയും അതിനെ വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇതിന് പരിഹാരം കാണാമെന്ന് ഇരിക്കെ കൊടും കാട്ടിൽ കൂടി നിങ്ങൾ 17.263 ഹെക്ടർ സ്ഥലത്തിൽ കൂടി ഇത് കൊണ്ടുപോവാണ്. എന്നിട്ട് അതിനകത്ത് പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നു, നിങ്ങൾ എന്താണ് ഈ വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് വംശനാശം വരുന്ന ഷോലക്കിളി, ബാണാസുര, ചിലപ്പൻ കിളി, ഇതെല്ലാം അപകടത്തിലാവുന്നു. അത് പറഞ്ഞാൽ ഇത് എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പോലും മനസ്സിലാക്കാതെ നമ്മൾ ഇതിനെ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു, അതിന്റെ പേര് മറന്നുപോയി. അവിടെ ഈ DDT വ്യാപകമായിട്ട് തളിച്ചു. ഈ എലിയെ കൊല്ലാൻ വേണ്ടി DDT തളിച്ചു കഴിഞ്ഞപ്പോ ഈ DDT പിന്നെ ഇതിലെല്ലാം കൊതുകിനെ കൊല്ലാനാണ് ഇത് തളിക്കുന്നത് ആ സ്ഥലത്ത്. അവിടെ ഈ കൊതുകിനെ DDT ഇതിന്റെ പുറത്തെല്ലാം പറ്റുമല്ലോ, കൊതുകിലും ഈ ബാക്കിയുള്ള ഇലയിലും എല്ലാം പറ്റും. അത് കഴിച്ച പല്ലികള് അതിന്റെ ശരീരത്തിൽ ഇത് 10 മടങ്ങായിട്ട് വർദ്ധിച്ചു. അതായത് ബയോമാഗ്നിഫിക്കേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കണം. ഒന്നിനെ കഴിക്കുമ്പോൾ ഇതിന്റെ അളവ് കൂടി വരും. ഈ പല്ലിയെ കഴിച്ച പൂച്ചകള് കൂട്ടത്തോടെ ചത്തുപോയി. ആ ചത്തുപോയി കഴിഞ്ഞപ്പോ ഇത് ചരിത്രത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ആ പൂച്ചകൾ ചത്തു കഴിഞ്ഞപ്പോ എലികളെ പെരുകുകയോ അവിടെ വ്യാപകമായി പ്ലേഗ് വരികയും ആ ജനത ഒന്നാകെ നശിച്ചു പോവുകയും ചെയ്ത് പരിസ്ഥിതി പറ്റി പഠിക്കുന്ന ആളുകളുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്. എന്നിട്ട് ഈ വേറെ രാജ്യത്ത് നിന്ന്, അതായത് അമേരിക്ക, ഇവിടേക്ക് ഇത് പൂച്ചകളെ പാരച്യൂട്ടിൽ ഇറക്കി വിടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അത് വലിയൊരു സംഭവമായിട്ട് നമ്മുടെ കൺമുമ്പിലുണ്ട്. അതായത് ഒന്നിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ മരിച്ചില്ലെങ്കിൽ നിങ്ങൾ അതായത് നേരിട്ടുള്ള ആഘാതമല്ല, അതിങ്ങനെ എന്താണ് ഒരു ഒന്നിനെ ഉള്ള ആഘാതം നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതായത് ബാണാസുര ഈ ചെലപ്പൻ കിളി മരിക്കുമ്പോ ഒരു പക്ഷേ അതിന്റെ ആഘാതം നമുക്കും കൂടി വരും എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ശരി, SK സജീഷ്, ഇപ്പൊ ഈ വയനാടിനെ കുറിച്ച്, ഇപ്പൊ വയനാടായാലും അല്ലെങ്കിൽ മറ്റേതൊരു മലയോര മേഖലയാണെങ്കിലും നമ്മൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് വികസനത്തിന് വേണ്ടിയാണെങ്കിലും അതല്ല കമേഴ്സ്യൽ ഇൻട്രസ്റ്റോട് കൂടി നടത്തുന്നതാണെങ്കിലും പൊതുജന താല്പര്യാർത്ഥം നടത്തുന്നതാണെങ്കിലും അതിൽ ഒരു സവിശേഷമായ ശ്രദ്ധ ആവശ്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഏറ്റവും ഒടുവിൽ ഉണ്ടായതാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം. അതിനപ്പുറം പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു, മണ്ണിടിച്ചിലുണ്ടാകുന്നു, അവിടുത്തെ ഭൂമി ഒന്നാകെ, ഇപ്പോൾ കവളപ്പാറയിലെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കേരളത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആശയങ്ങൾ സ്വരൂപിച്ചതും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം എന്ന ശാഠ്യത്തോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് സർക്കാർ തീരുമാനമെടുത്തതും അതിനുവേണ്ടി ഒരു സംവിധാനം ഒരുക്കിയതും ഞാൻ പറഞ്ഞതുപോലെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പോലുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ പോയത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശം, ഇപ്പോൾ പുത്തുമല, കവളപ്പാറ, മുണ്ടക്കൈ, ഇതൊക്കെ ഈ തുരങ്കപാത കടന്നു പോകുന്ന മലനിരകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് സജീഷ്. മാത്രമല്ല വയനാട്ടിലെ 13 ജില്ലകൾ താങ്കൾക്കറിയാമായിരിക്കും പരിസ്ഥിതി ലോല മേഖലയാണ്.
പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 1950-നും 2018-നും ഇടയിൽ സജീഷ് വയനാട്ടിലെ വനത്തിൻ്റെ 62% നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ വയനാടിലെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിർത്തുക എന്നത് ആത്യന്തികമായി കേരളത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ ഭാഗമായി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. വേൾഡ് വെതർ ആട്രിബ്യൂഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇവിടെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും പെയ്തത് 146 മില്ലിമീറ്റർ മഴയാണ് ഉരുൾപൊട്ടലിന്. കാരണം എന്താണ്? ഈ കേരളത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഏറ്റവും ശക്തമായ മൂന്നാമത്തെ ആ പോയിന്റാണ് ഇത് 146 എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സമയത്തും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു പാരിസ്ഥിതിക മേഖലയായി ഈ പ്രദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് ബദൽ മാർഗങ്ങൾ ആലോചിക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് സർക്കാർ അത്തരം ഒരു പരിഗണനയിലേക്ക് പോകാത്തത്? ഇതിപ്പോൾ സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയുമ്പോഴും അത് നാടിന് യോജിക്കുന്നതല്ലെങ്കിൽ, ജനങ്ങൾക്ക് യോജിക്കുന്നതല്ലെങ്കിൽ പുനരാലോചനകൾ ആവശ്യമല്ലേ സജീഷ്? ശ്രീ ഗോപികൃഷ്ണൻ, ഒരു നിമിഷം ഞാനിപ്പോൾ ഒരു സംശയം ചോദിക്കാൻ നോക്കിയായിരുന്നു. താങ്കൾ ഈ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് എന്താണ് പറഞ്ഞതെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന്? കാരണം അത്രയും വലിയൊരു ചോദ്യമാണ് ഈ ചോദ്യമൊന്നുമില്ല. ഞാൻ ചോദ്യം ചോദിച്ചില്ല, മറുപടി പറയാം. അല്ല, ഞാൻ ചോദ്യം ചോദിച്ചില്ല. ഞാൻ ഈ കണക്കുകളൊക്കെ അവതരിപ്പിക്കുക ചെയ്തത്. ചോദ്യം ചോദിച്ചിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം വെച്ചാൽ അവിടുത്തെ കണക്കുകൾ ഇത് ശാസ്ത്രീയമായ പഠനമാണല്ലോ താങ്കൾ പറഞ്ഞത്. അതുകൊണ്ട് അത് സ്റ്റേറ്റ്മെന്റ് ആണ്. ശരി അല്ല, ഓക്കെ ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായും താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി, ഇവിടെ 3 പേർ സംസാരിച്ചിട്ടുണ്ട്. അതിന് ആനുപാതികമായി ആ കാര്യങ്ങൾക്കൊരു മറുപടി പറയാനുള്ള സമയം കൂടി താങ്കൾ തരണമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ കാര്യത്തിൽ ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് പ്രതിനിധി കൃത്യമായി ഈ പദ്ധതി വേണ്ട എന്നൊന്നും പറയാൻ വയനാടുമായി ബന്ധപ്പെട്ട, ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട, പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരും വരില്ല എന്നെനിക്ക് ഉറപ്പാണ്. കാരണം അവിടെ ഹിയറിംഗ് ഉൾപ്പെടെ നടന്നപ്പോൾ ആ ഹിയറിംഗിൽ പങ്കെടുത്ത ആളുകൾ ഉൾപ്പെടെ ആവേശത്തോടു കൂടിയാണ് പങ്കെടുത്തത്. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെല്ലാവരും ഒരു തരത്തിലുള്ള പരാതിയും ഈ തരത്തിൽ ഉന്നയിച്ചിട്ടില്ല. അവർക്ക് ഈ പദ്ധതി വേണമെന്നാണ് താല്പര്യം. പിന്നെ അദ്ദേഹം ചുരുക്കി ഇത് ഒരു ആശുപത്രിയിലേക്കുള്ള യാത്ര എന്നുള്ള നിലയ്ക്ക് മാത്രം ചുരുക്കി കാണാനാണ് ശ്രമിച്ചത്. അത് കോൺഗ്രസിൻ്റെ ഒരു ചുരുങ്ങിയ ബുദ്ധി മാത്രം, അത്ര ബുദ്ധിയിലേ അവർ കാര്യങ്ങൾ കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ കാണുന്നത് ഇത് പൊതുവായ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ദേശീയപാത വികസനവും അതുപോലെ തന്നെ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള ജലമെട്രോവും എല്ലാം ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ ഭാഗമായി, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഓരോ മേഖലയിലും വന്ന പൊതുവികസനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് എന്ന് കാണണം. അതുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധിക്ക് കൂടുതൽ മറുപടി പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് കൃത്യമായി നടന്നിട്ടുണ്ട്. ആ ഹിയറിങ്ങിൽ കൃത്യമായി എല്ലാ പരാതികളും കേട്ടിട്ടുണ്ട്. ആ പരാതി കേട്ടു എന്ന് മാത്രമല്ല, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഫോറസ്റ്റ് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അനുമതി ലഭിക്കുന്നത്. ഈ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനം തന്നെയാണ്, അതിൻ്റെ കേരളത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ് സ്റ്റേറ്റ് ലെവൽ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അവരാണിപ്പോൾ അനുമതി ഇവിടെ പറഞ്ഞ ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ വിദഗ്ധ എന്നുള്ള രീതിയിൽ സംസാരിച്ച അവർ പറഞ്ഞ കിളികളുടേത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൃത്യമായി അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനുമതി വന്നിട്ടുള്ളത്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാദത്തിൻ്റെ ഭാഗമായി ഇവിടെ പരിസ്ഥിതി പ്രവർത്തകനും അപ്പുറത്ത് നിന്ന ആളുകളും എല്ലാം ഒരുമിച്ച് ചില വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തെ ഇവർ മൈൻഡ് ചെയ്യുക ചെയ്തില്ല. ഇവർ ഈ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ പ്രകമ്പനം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത ഭീതി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എത്ര പ്രകമ്പനം ഉണ്ടാകും, എത്ര ദൂരം വരെ എത്തും എന്നുള്ളതിനെക്കുറിച്ച് പറയണമല്ലോ. ഈ പാറയുടെ പ്രത്യേകത എന്താണ്? അവർ പലതായ രീതിയിൽ ശാസ്ത്രീയമായിട്ടൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പാറ ഒറ്റ പാറയായി നിൽക്കുന്ന പാറയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഡെപ്ത് 300-350 മീറ്റർ ആവറേജ് ഡെപ്തുള്ള പാറയാണ്. 900 ഡെപ്ത് വരെ നിൽക്കുന്ന പാറയാണ്. ആ പാറയാണ് തുരക്കുന്നത്. അത് തുരക്കുന്ന സമയത്ത് അതിൻ്റെ വൈബ്രേഷൻ 10 മീറ്ററിലധികം പോവില്ല എന്ന് കൃത്യമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ച് സെൻ്ററാണ്. അതിൻ്റെ കൃത്യമായ സാക്ഷ്യപത്രം അതിനുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഒന്നുകൂടി ഇവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയാണ്. ലോകത്ത് മുഴുവൻ ഈ ടണൽ സാങ്കേതികവിദ്യയും അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിൻ്റെ പാത എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യകളൊന്നായിട്ടുള്ള ന്യൂ ആസ്ട്രിയൻ ടണലിംഗ് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
അതായത് നേരിട്ടുള്ള ഡയറക്റ്റ് ബ്ലാസ്റ്റിംഗ് നടത്തുന്നില്ല, ചെറിയ ബ്ലാസ്റ്റിങ്ങിലൂടെ, അതായത് കർട്ടൻ വീഴുന്നത് പോലെ എന്നാണ് പറയുന്നത്. കർട്ടൻ വീഴുന്നത് പോലെ ചെറിയ ഭാഗങ്ങളായി വീഴ്ച വരുത്തും. പിന്നെ ഇവിടെ ആശങ്ക പ്രകടിപ്പിച്ചു, ഇവിടെ ഈ അഡൽ ടണർ നിർമ്മിക്കുന്നതിന് ഒരുപാട് കാലമെടുത്തു, 20 വർഷം എടുത്തു. ഇത് ഒരു ദിവസം തന്നെ ഈ തരത്തിൽ 8-10 മീറ്റർ വരെ നിർമ്മിച്ചു പോകാൻ വേണ്ടി കഴിയും. അങ്ങനെ ആഘാതമില്ലാത്ത രീതിയിൽ, പ്രകമ്പനമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇവർ പറയുന്നത് റോഡുമായി ബന്ധപ്പെട്ട ചുരങ്ങൾ വീതി കൂട്ടണമെന്നുള്ളതാണ്. ചുരം വീതി കൂട്ടാൻ സ്ഥലമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള ചുരത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫോറസ്റ്റാണ് എന്ന് മാത്രമല്ല, ചുരം വീതി കൂട്ടുമ്പോൾ അപകടം കൂടുതലാവുകയാണ് ചെയ്യുക. കാരണം ഇത് പാറ ഈ 300 മീറ്റർ ഡെപ്തുള്ള അല്ലെങ്കിൽ 350 മീറ്റർ ഡെപ്തുള്ള 900 മീറ്റർ ഡെപ്തുള്ള ഒരു പാറ തുരന്നു കൊണ്ടുപോകുന്നതോ അതല്ല പാറയ്ക്ക് മുകളിലുള്ള മണ്ണ് നീക്കിക്കൊണ്ട് അവിടെ റോഡ് വീതി കൂട്ടുന്നതാണോ കൂടുതൽ അപകടമെന്ന് ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളുകളെന്നിവർ പറയുമെങ്കിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ഏതാണ് കൂടുതൽ അപകടമെന്നുള്ളത് മനസ്സിലാകും. അതിനുള്ള ഒരു സാധ്യതയും നിലനിൽക്കാത്തതുകൊണ്ട് തന്നെയാണ് വയനാടും അതുപോലെ തന്നെ ഇവിടെ ബദൽ പാത എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ബദൽ പാത നിർദ്ദേശങ്ങളെല്ലാം ഫോറസ്റ്റിലൂടെ ഉള്ളതായതുകൊണ്ട് അതിൻ്റെ അനുമതി ഈ പദ്ധതിക്കൊഴികെ മറ്റൊരു പദ്ധതിക്കും അനുമതി ലഭിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോവുകയോ ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നില്ല. അതാണ് നിലവിലുള്ള പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ അനുമതിയെല്ലാം വന്നിട്ടുള്ളത്. ആ അനുമതിക്കകത്ത് ഓരോ കാര്യത്തിനും പറഞ്ഞ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി അംഗീകരിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ട് നമ്മുടെ പ്രോജക്റ്റ് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇവിടെ ഓരോന്നും പറഞ്ഞ് തീരദേശ ഹൈവേ നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, മലയോര ഹൈവേ നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ പണി നടന്ന് ഉദ്ഘാടനം നടത്താമെന്ന് വ്യാമോഹിക്കണ്ട എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ജലമെട്രോ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, എല്ലാം തടയുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ തടയുമെന്ന് പറഞ്ഞതിനെയൊക്കെ മറികടന്നുകൊണ്ട് കേരളം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് കേരളത്തിന് മുന്നേറ്റം ഉണ്ടാകുന്നു. ഇവിടെ പരിസ്ഥിതി ലോല പ്രദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് പഠിച്ചു തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായ രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം അന്വേഷിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. കൊങ്കൺ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണെങ്കിൽ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽപാത തന്നെ ഉണ്ടാവില്ലായിരുന്നല്ലോ. ആ റെയിൽപാത പോലും മുടങ്ങിപ്പോകുമായിരുന്നല്ലോ. കേരളത്തിൽ ഇങ്ങനെ പല വിചിത്ര വാദങ്ങളും പല കാര്യത്തിലും കേട്ടിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെയും ഇവരുടെയൊക്കെ വാദത്ത് പറയുന്നത് കേരയിൽ എന്ന് പറയുന്നത് എന്തോ അപകടമാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കേരയിൽ വരിക തന്നെ ചെയ്യും. ഭാവി കേരളത്തിൽ കേരയിൽ ഉണ്ടാകും. ഇന്നത്തെ ഞാൻ പറയുന്ന വാചകമോ അല്ലെങ്കിൽ ഇത് കേരയിൽ ഉണ്ടാകും എന്ന് പറയുന്ന വാചകങ്ങളോ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. കേരയിൽ ഉണ്ടാകും, ഭാവി കേരളത്തിൽ കേരയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ആകാം, പക്ഷേ കേരളത്തിൽ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റിടത്തും ഇവരുടെ സംസാരമോ വാക്കുകളൊന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ജമ്മുവിലാണല്ലോ. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കമാണല്ലോ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അവിടെ ഈ വാദങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. കേരളത്തിൽ ഒരു 8 കിലോമീറ്റർ തുരങ്കം വരുമ്പോൾ ആ തുരങ്കത്തെ എതിർത്തില്ലാതാക്കി കളയുക, നേരത്തെ പറഞ്ഞ ചുരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. അത് തന്നെയാണ് ആദ്യം നിശ്ചയത്തിൽ നിന്ന് വ്യത്യസ്തമായി 2 ടണലുകളായി അതിൽ ഓരോ 300 മീറ്ററിലും സുരക്ഷാ ഗ്യാപ്പുകൾ ഒരുക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ രണ്ട് വരി പാതയായി 2 ടണലുകളായിട്ടാണ് ഈ ടണൽ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം കൃത്യമായി അപകടം ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും സുരക്ഷിതമായ പ്രദേശം എന്ന് തന്നെ കണ്ടെത്തി ചെയ്യുന്നതാണ്. പക്ഷേ എന്താണ്, ഓരോരുത്തർക്കും പല വാദങ്ങളും ഉന്നയിക്കാം. ആ വാദങ്ങൾ ഉന്നയിച്ച് ആളുകളെ ആശങ്കപ്പെടുത്താം. ആളുകളെ ആശങ്കപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഇതിന്റെ എല്ലാ കാര്യത്തിലും ശാസ്ത്രീയമായ കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഡോക്ടർ ജിൻഡോ, തുരങ്കപാതയോട് പ്രതിപക്ഷം സഹകരിക്കുമോ? ഗോപി, ഇതിൽ തുരങ്കപാതയോട് പ്രതിപക്ഷം സഹകരിക്കുമോ എന്നുള്ള ചോദ്യത്തെക്കാൾ അപ്പുറം ഈ തുരങ്കപാത സർക്കാർ എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
പ്രതിപക്ഷത്തിന് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വേണ്ടത്ര പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. പാരിസ്ഥിതികാഘാത പഠനം, ഞങ്ങളിപ്പോൾ കേരയിൽ വിഷയത്തിൽ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഞങ്ങൾ UDF-ലെ മുഴുവൻ കക്ഷികളുമായിട്ട് ആ കൂടിയാലോചിച്ച് പ്രദേശത്തുള്ള പാർട്ടിയുടെ പ്രതിനിധികൾ, കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ, ജനപ്രതിനിധികളുമായിട്ടൊക്കെ കൂടിയാലോചിച്ചുകൊണ്ട് ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തും. പക്ഷേ ആ തീരുമാനം ഒരിക്കലും ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുന്ന, പരിസ്ഥിതിക്ക് മോശമാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകില്ല. പക്ഷേ വികസന പ്രവർത്തനങ്ങൾ വരണം എന്നുള്ള കാര്യത്തിൽ UDF-ന് ഒരു കാലത്തും ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. UDF സർക്കാരുകളുടെ കാലത്ത് വൻകിട വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വികസന പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുന്ന രീതിയിലാകരുത് എന്നാണ് ഞങ്ങൾ ആദ്യമേ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എനിക്ക് സജീഷിനോട് ചോദിച്ച ചോദ്യം, ഈ ആളുകൾ ആംബുലൻസിൽ കിടന്ന് മരിക്കുന്ന വിഷയവും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, പലരും വൈകാരികമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആംബുലൻസിൽ കിടന്ന് ആളുകൾ, രോഗികൾ മരിക്കുന്ന പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ സർക്കാരിന് എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ തോന്നാത്തത്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 14 ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അതിനെ തുരങ്കം വെച്ച് ഈ സർക്കാർ വന്നതിന് ശേഷം 9 വർഷമായിട്ട് അതിന് മുമ്പോട്ട് ഒരു കല്ല് അതിന്മേൽ വെച്ച് കെട്ടാനായിട്ട് താല്പര്യം കാണിക്കാത്തൊരു സർക്കാർ. അപ്പോൾ ഈ ആംബുലൻസിൽ കിടന്ന ആളുകൾ മരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വിഷയം അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയില്ല. 2, നിങ്ങൾ ഭൂമി ഏറ്റെടുത്തു തുരങ്കപാതയ്ക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ആ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക്, ദുരന്തം നേരിട്ട മനുഷ്യർക്കുള്ള ഭൂമി ഏറ്റെടുക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് സാധിക്കുന്നില്ല? അവരുടെ ടൗൺഷിപ്പ് പണിയാനോ അല്ലെങ്കിൽ അവർക്ക് വീട് ഒരുക്കി കൊടുക്കാനോ സർക്കാരിന് ഇച്ഛാശക്തി ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? തിടുക്കമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നാട്ടിലെ ആളുകൾ മുഴുവൻ എതിർക്കുന്നു എന്ന് പറയുന്നു. പ്രതിപക്ഷം തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇതിൻ്റെ പാരിസ്ഥിതിക പഠനങ്ങൾ നടത്തി, ഇതിൻ്റെ ഭൗമ ആഘാത പഠനങ്ങൾ നടത്തി, ഇത് എത്തരത്തിൽ ആ പ്രദേശത്തെ ബാധിക്കും എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുമുണ്ട്. ആ ആശങ്ക ദൂരീകരിക്കാതെ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. പക്ഷേ ആശങ്ക പരിഹരിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം, പ്രൈമറി ആയിട്ടുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. അപ്പോൾ നിങ്ങൾ വികസന പ്രവർത്തനം നടത്തിയതിനെക്കുറിച്ച് സതീഷ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത വികസനം, കൂളിമാട് ഒരു പാലം അപ്പാടെ തന്നെ ചാലിയാർ പുഴയിൽ പോയി. അപ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ വികസന പ്രവർത്തനം, ഈ തൃശ്ശൂർ ചെമ്പൂച്ചിറയിൽ ഒരു സ്കൂൾ പണിതു 3.25 കോടി രൂപയ്ക്ക്. ആ സ്കൂളിലെ ഭിത്തിയിലെ പിള്ളേർ കൈകൊണ്ട് തൂക്കുമ്പോൾ സിമെന്റും മണലൊക്കെ കൈയോടെ പോരുന്നതുകൊണ്ട് ആ കൺസ്ട്രക്ഷൻ അങ്ങനെ തന്നെ പൊളിച്ചു മാറ്റേണ്ടി വന്നു. അടുത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഈ സർക്കാർ വന്ന് അടിയന്തരമായിട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിന്റെ പണി നടന്നപ്പോൾ അത് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വന്നു. ആലപ്പുഴയിലെ ഹൈവേയുടെ വികസന പ്രവർത്തനം നമ്മൾ കണ്ടില്ലേ, 4 ഗട്ടർ കഴിഞ്ഞ ദിവസം താഴെ വീണു. അപ്പോൾ ഈ നന്നായിട്ട് നടന്നാൽ അത് സംസ്ഥാന സർക്കാരിന്റെ, മോശമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ എന്ന് പറയാൻ പാടില്ല. ആലപ്പുഴയിലെ ഗർഡർ ഇടിഞ്ഞു വീണതടക്കം, കൂളിമാട് പാലം അപ്പാടെ തോട്ടിപ്പോയതടക്കമുള്ള, അല്ലെങ്കിൽ തലശ്ശേരി പാലത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു പോയതിനെ കുറിച്ചിട്ടുള്ള ഒക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ LDF സർക്കാർ, അതായത് പിണറായി വിജയന്റെ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ നടത്തിയിട്ടുള്ള വൻകിട വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ കാണിക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളുടെയും 1-2 മാസം കഴിയുമ്പോൾ അവസ്ഥ എന്താണെന്ന് കൂടി പരിശോധിക്കണം. അപ്പോൾ നിങ്ങൾ കിഫ്ബി വഴി കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നു. ഇവിടെ ആളുകൾക്ക്, ആശാ വർക്കർമാർക്ക് അവരുടെ ഓണറേറിയം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ 2500 കോടി രൂപയുടെ തുരങ്കപാത കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, കാരണം നടക്കാത്ത കാര്യമാണല്ലോ, നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ പറയാം, കേരളയിൽ വരും കേട്ടോ എന്ന് സജീഷും വീണ്ടും പറയുന്നുണ്ട്. കേരളയിൽ വരും, മിക്കവാറും ഏതെങ്കിലും പള്ളി പെരുന്നാളിനോ ഉത്സവത്തിനൊക്കെ ആയിരിക്കും കേരളയിൽ വരാൻ സാധ്യത. കാരണം ഈ നാട്ടിൽ ഉച്ചക്കഞ്ഞി വെക്കുന്നവന് ശമ്പളം കൊടുക്കാനില്ല, ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാനില്ല, KSRTCയിൽ ശമ്പളം കൊടുക്കാനില്ല, പെൻഷൻ പറ്റിയ ആളുകൾക്ക് പെൻഷൻ നേരവണ്ണം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞ പോലെ ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ സജീഷിന്റെ പ്രസ്താവന കാണാൻ പറ്റുള്ളൂ. കാരണം മദ്യ കമ്പനികൾ തുടങ്ങാം, ബാറുകൾ സഖാക്കന്മാർക്ക് തുടങ്ങാം, പക്ഷെ ആരും മദ്യപിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ലോജിക്ക് ഡോക്ടർ KG താര നേരത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഞാനൊന്ന് താരാ മേഡത്തിന് താരാമേഡം പറയും. ഒരു മിനിറ്റ് താരാമേഡം പറയും. അല്ല ഒരു മിനിറ്റ് താരാമേഡം പറയും. താങ്കൾക്ക് ഞാൻ അവസരം തരാം, അപ്പൊ പറയാം. താരാമേഡം പറയും. സജീഷ്, ഞാൻ അവസരം തരാം. താരാമേഡം പറയും. ഇല്ല, ഒരു നിമിഷവും ഇല്ല. താരാമേഡം പറയും. ഇല്ല, ഡോക്ടർ KG താര താങ്കൾ പറയും. 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 ഡോക്ടർ KG താര വെറുതെ ബഹളം ഉണ്ടാക്കല്ലേ സജീഷ്, ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കല്ലേ. ഡോക്ടർ KG താര താങ്കൾ പറയും. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഒരു ആഘാതം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒന്ന് കേൾക്കുമോ സജീഷ്? ഒരു മിനിറ്റ് സജീഷ്, ഞാൻ അവതാരകനാണെന്നൊന്നും SK സജീഷ് എന്നെ ഓർമ്മപ്പെടുത്തണ്ട, മനസ്സിലായല്ലോ. SK സജീഷ് എന്നെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല, എനിക്കറിയാം എന്റെ ജോലി ചെയ്യാൻ. ഡോക്ടർ KG താരം, ഈ ന്യൂ ഓസ്ട്രിയൻ ടെക്നോളജി മെത്തേഡ് ഉപയോഗിച്ചിട്ട് എനിക്കും അറിയാം.
അതിനാൽ ഞാൻ താങ്കൾക്ക് അവസരം തരാം. ഡോക്ടർ കെ ജി തരാം. ശരിയായ രീതിയല്ല. ഡോക്ടർ കെ ജി തരാം. ഡോക്ടർ കെ ജി തരാം. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. ഡോക്ടർ കെ ജി താര പറയും. ഇതിലേക്ക് വരണമെന്ന് പറഞ്ഞോ? ഡോക്ടർ കെ ജി താര പറയും. വരണമെന്ന് പറഞ്ഞോ? അവതാരകൻ കാണിക്കേണ്ട ഡോക്ടർ കെ ജി താര പറയും. സജീഷ്, ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ സാമാന്യ മര്യാദയൊന്നും ഡോക്ടർ എസ് കെ സജീഷ് എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ നേരത്തെ സജീഷിനോട് പറഞ്ഞു, എനിക്ക് അറിയാം ഒരു ചർച്ച എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ താങ്കൾക്കുള്ള സമയം, താങ്കളുടെ സ്ഥിരം പരിപാടിയാണ് ചർച്ച അവസാനിപ്പിക്കാറാകുമ്പോൾ ഇതുപോലെ ബഹളം ഉണ്ടാകുക. ഡോക്ടർ കെ ജി താരെ പോലെ ഒരു എക്സ്പേർട്ട് ഈ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഇടങ്കോൽ ഇടരുത് സജീഷ്. ഞാൻ താങ്കൾക്ക് സമയം തരാമെന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ കെ ജി താര പറയൂ. ഓസ്ട്രിയൻ ടെക്നോളജി ടണലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ആഘാതം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് ശ്രീ സജീഷ് പറയുന്നത് കേട്ടു. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കാൻ, അതായത് ഏറ്റവും പുതിയ ടെക്നോളജിയാണ് ഈ ഇടിഞ്ഞു വീണ ചാർധാം എന്ന് പറയുന്ന ആ പാലം ഈ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് ഞാൻ അസന്നിഗ്ധമായിട്ട് പറയുന്നു. 41 വർക്കേഴ്സാണ് അവിടെ അതിന്റെ അടിയിൽ പെട്ടുപോയത്. നമ്മൾ എവിടെയാണ് നമ്മുടെ ശാസ്ത്രാവബോധത്തെ കൊണ്ടുവച്ചിരിക്കുന്നത്? 1. 2, മേൽ സൂചിപ്പിച്ച എല്ലാ പാലങ്ങളും, ഈ തകർന്നു വീണ പാലങ്ങൾ ഉൾപ്പെടെ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് കിട്ടി മുന്നോട്ട് പോയ പദ്ധതികളാണ്. പിന്നീടാണ് അത് തകരുന്നത്. എങ്ങനെയാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തിലും ഒക്കെ പെട്ട് നമ്മൾ ഈ പരിസ്ഥിതിയെ മറന്നുകൊണ്ട് പ്രോജക്റ്റുകൾക്ക് അംഗീകാരം കിട്ടുന്നതെന്നുള്ള ആശങ്കയിലാണ് സാധാരണ മനുഷ്യരും പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരും. ഇവിടെ വികസനം വേണ്ടെന്നൊന്നും പറയുന്നില്ല. ഞാനൊരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാളല്ലേ. ഈ കേരളം നന്നാകണമെന്നോ വികസിക്കേണ്ടെന്നോ എനിക്ക് അഭിപ്രായം ഉണ്ടാകുമോ? ഞാനൊരു വികസന വിരോധിയാണോ? ഇതിലെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നത് ഒരു അപരാധമാണോ? ഇതിനെ ശ്രദ്ധാപൂർവം കേട്ട് ഇതിന് മറുപടി പറയാൻ ഉള്ള ബാധ്യത സർക്കാരിനില്ലേ? ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഈ കൊങ്കൺ റെയിൽവേ ആണോ ഇത് കെട്ടുന്നതെന്ന് താങ്കൾ ഒന്ന് വിശദീകരിച്ചാൽ തരക്കേടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 15.04 കോടി രൂപയുടെ പദ്ധതി മാത്രമേ, ഈ എൻവയോൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ മാത്രമേ ഇവർ കൊടുത്തിട്ടുള്ളൂ. 2043 കോടിയിൽ 15 കോടിയുടെ മാത്രമേ പങ്കാളിത്തം കൊങ്കൺ റെയിൽവേക്ക് ഉള്ളൂ എന്നാണ്. 2, ഇനി അഥവാ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയാൽ തന്നെ ഇത് എങ്ങനെയാണ് ഈ അനുവാദം കിട്ടുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. സീസ്മിസിറ്റി പഠനം നടത്തി എന്ന് പറയുന്നു, അതായത് ഭൂകമ്പ സാധ്യത പഠനം നടത്തിയെന്ന് ഈ കമ്മിറ്റി ഇതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് പൊതുജന സമക്ഷം വയ്ക്കാൻ തയ്യാറുണ്ടോ? നടത്തി എന്നുള്ളത് ഒന്ന് പൊതുജന സമക്ഷം. ശ്രീ ഗോപികൃഷ്ണൻ, ഒരു കാര്യം ഞാൻ നേരത്തെ സംസാരിക്കാൻ കാരണം കോൺഗ്രസിന്റെ പ്രതിനിധി ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാത്തത് കൊണ്ടായിരിക്കും മറ്റു പല വിഷയങ്ങളിലേക്കും പോയത്. ആശാ വർക്കറുടെ കാര്യവും പറഞ്ഞു, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ കിട്ടുന്ന സമയം അങ്ങനെ ഉപയോഗിക്കാവുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ സംസാരിച്ചാൽ നന്നായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ കോൺഗ്രസ് പ്രതിനിധിയോട് അത്രേ പറയാനുള്ളൂ. ഒന്ന്, ഈ ആശാ വർക്കറുടെയും മറ്റു കാര്യങ്ങളുമെല്ലാം പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവനവൻ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ അവശേഷിക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ നടപ്പിലാക്കിയിട്ട് ഇങ്ങോട്ട് വാ, അപ്പുറത്തുള്ള കർണാടകമെങ്കിലും. പിന്നെ ഇവിടെ പൊളിഞ്ഞു വീണതിന്റെയും മറ്റും കണക്ക് പറയുകയാണ്. അത് ഇടിഞ്ഞു വീണു പോലും. നിങ്ങളുടെ ഒരു മന്ത്രിയാണ് മിനിസ്റ്റർ ജയിലിൽ കിടന്നത്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അല്ലല്ല ഒരു കാര്യം, അല്ലല്ല ജിൻഡോ താങ്കൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാൻ ഇടപെടാതിരുന്നത് സജീഷിന്റെ സമയമാണ്. സജീഷ് പറയും. അല്ല ഗോപി ഓർക്കുന്നില്ലേ, സജീഷ് ഇടപെട്ടപ്പോഴല്ലേ ഞാൻ നിർത്തിയത്? സജീഷ് അങ്ങനെ പറയല്ലേ, സജീഷ് അങ്ങനെ മര്യാദക്കാരനാവല്ലേ? സജീഷ് പറയൂ. എനിക്ക് സമയം തരാതിരുന്ന സമയത്തെ ഞാൻ ഇടപെട്ടുള്ളൂ. ഒരു കാര്യം, പിന്നെ ജിൻഡോ, ഇവിടെ കാലമൊക്കെ ആളുകൾക്ക് ഓർമ്മയുണ്ട്. മലയാളികൾക്ക് ഓർമ്മശക്തി നശിച്ചുപോയി എന്നൊന്നും കരുതരുത്. നിങ്ങളെ ഭരണത്തെക്കുറിച്ച്, അന്ന് മെത്രാൻ കായൽ വിറ്റതിനെ കുറിച്ച്, അതുപോലെ തന്നെ ആറന്മുള കായൽ വിറ്റതിനെ കുറിച്ച് ഇതെല്ലാം കേരളം കണ്ടതാണ്. അന്നാണ് KPCCയുടെ പ്രസിഡന്റായിട്ടുള്ള VM സുധീരൻ പറഞ്ഞത്, കടുംവട്ടാണ് ഇവിടെ നടക്കുന്നത്, തീവട്ടി കൊള്ളയാണ് നടക്കുന്നതെന്ന് VD സതീശന് വരെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഇവിടെ പാലവും സ്കൂളും ഒന്നും തകർന്നിട്ടില്ല. ആളുകൾക്ക് പോയി നോക്കിയാൽ കൃത്യമായി കാണാം. നിങ്ങളുടെ ഒരു മന്ത്രിയായിരുന്നു ജയിലിൽ പോയത്. വയനാട്ടിലെ തുരങ്കപാത വയനാട്ടിലെ ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ടോ? സമീപ പ്രദേശത്തുള്ളവരെയും പ്രദേശവാസികളെയും അത് അവർക്ക് ദുസ്വപ്നമായി ഇത് മാറുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ആശങ്ക പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുണ്ട്. അതിന് പുറമെയാണ് കേരളത്തിന്റെ പൊതുപരിസ്ഥിതി സംരക്ഷണം എന്ന കേരളത്തിലെ ജനങ്ങളുടെ ഓരോ ജനതയുടെയും പ്രധാനപ്പെട്ട
പ്രതീക്ഷയായി നിൽക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായി നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ വ്യക്തത വരുത്തുക എന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വം. ഇത് പാലിക്കപ്പെട്ടുകൊണ്ടാകട്ടെ തുരങ്കപാത അടക്കമുള്ള ഏത് വികസന പദ്ധതികളിലേക്കും സർക്കാർ ഇടപെടൽ നടത്തുന്നത്. നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.